കൊച്ചി മേയർ തിരഞ്ഞെടുപ്പിൽ കൗൺസിലർമാരിൽ ഭൂരിപക്ഷവും ഷൈനി മാത്യുവിന് ഒപ്പമാണ്. 19 പേർ ഷൈനി മാത്യുവിനെ പിന്തുണച്ച് 17 പേർ VK മിനിമോൾ മേയർ ആകണമെന്നും നിലപാടെടുത്തു. ദീപ്തി മേരി വർഗീസിന് ഒപ്പം 4 പേർ മാത്രമാണുള്ളത്. ബിനിലുണ്ട്. ബിനിൽ, അങ്ങനെ ഓരോ കൗൺസിലർമാരുടെയും അഭിപ്രായം തേടുമ്പോൾ വലിയ മുൻതൂക്കം ഉണ്ടാകുന്നു. അവിടെ ദീപ്തിക്ക് തിരിച്ചടി വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്നത് ബിനിൽ? പ്രതീക്ഷ KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കൊച്ചിയിൽ പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ മേയർ കസേരയിലേക്ക് എത്താമെന്നതായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ കണക്കൂട്ടൽ. പക്ഷേ അതെല്ലാം പിഴച്ചിരിക്കുകയാണ്. ഇന്നലെ കൗൺസിലർമാരുടെ തലയെണ്ണി അവരുടെ അഭിപ്രായം അറിഞ്ഞ ഘട്ടത്തിൽ 42 കൗൺസിലർമാരാണ് കോൺഗ്രസിനുള്ളത്. അവരെ ഇന്നലെ DCC ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. 3 നിരീക്ഷകരുമുണ്ടായിരുന്നു. അവർ ഓരോ കൗൺസിലർമാരുടെയും അഭിപ്രായം തേടിയപ്പോൾ 19 പേർ പിന്തുണച്ചത് ഷൈനി മാത്യുവിനെയാണ്. ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള കൗൺസിലറാണ്. അവർക്ക് അനുകൂല ഘടകമാകുന്നത് അവർക്ക് പഴയ A ഗ്രൂപ്പിന്റെ ശക്തമായ ഒറ്റക്കെട്ടായ പിന്തുണയുണ്ട്. അതോടൊപ്പം തന്നെ ലത്തീൻ സഭ ഷൈനി മാത്യു മേയറായി വരണമെന്ന് ആഗ്രഹിക്കുന്നു. അവർ അതിനുവേണ്ടി സമ്മർദ്ദങ്ങൾ ചെലുത്തുന്നു. VK മിനിമോളുടെ കാര്യത്തിലാണെങ്കിൽ അവർ നേരത്തെയും നഗരസഭാ കൗൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ ആയിരുന്നു. VK മിനിമോൾക്കൊപ്പം കൗൺസിലർമാരുടെ വലിയൊരു പിന്തുണയുണ്ട്. അവർക്ക് 17 പേർ അവർക്കൊപ്പം നിൽക്കുകയാണ് ഉണ്ടായത്. പക്ഷേ KPCC സെക്രട്ടറിയായ ദീപ്തി മേരി വർഗീസിന് ദീപ്തി അടക്കം 4 പേരുടെ പിന്തുണ മാത്രമാണ് ഈ കൗൺസിലർമാരുടെ അഭിപ്രായം തേടിയപ്പോൾ ലഭിച്ചത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ദീപ്തിക്ക് അനുകൂലമായ ഘടകമെന്നത് അവർക്ക് ഈ KPCC സെക്രട്ടറി എന്ന നിലയിൽ അവരെ ഒഴിവാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നത് തന്നെയാണ്. അവർ KC വേണുഗോപാൽ പക്ഷത്തോട് അടുത്ത് നിൽക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. എന്തായാലും അത്തരത്തിലുള്ള അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള സ്വാധീന ശക്തിയൊക്കെ മേയർ ആയി വരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുമുണ്ട്. പക്ഷേ കൗൺസിലർമാരുടെ എണ്ണം എടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭൂരിപക്ഷം എടുക്കുമ്പോൾ ഷൈനി മാത്യുവിന് കൂടുതൽ പേരുടെ പിന്തുണ വരുന്നു എന്നത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇന്ന് വൈകിട്ടോ നാളെയോ കൊച്ചി മേയർ ആരാണ് എന്നത് നമുക്കറിയാൻ കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, 2.5 വർഷത്തെ ടേം വ്യവസ്ഥയിലായിരിക്കും ഇത്തവണ കൊച്ചി മേയർ സ്ഥാനം കോൺഗ്രസ് പങ്കിട്ട് നൽകുക. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. ഷൈനി മാത്യുവിന് പിന്തുണ ഏറുകയാണ് കൊച്ചി മേയർ സ്ഥാനത്തേക്കുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ.